ആദർശിനെ എൻ്റെ വിനീതമായ കൂട്ടുകാരി ഞങ്ങളെ പറയാൻ പോകുന്നത് നല്ലവനായ മലവെട്ടുകാരൻ്റെ കഥ പറയാൻ പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു മലവെട്ടുകാരുണ്ടായിരുന്നു. അയാൾ മല വെട്ടിയിട്ടാണ് ജീവിച്ചിരുന്നു. ഒരു ദിവസം മല വെട്ടാനായി പുറപ്പെട്ടു. ഒരു നദിക്കരയിലുള്ള മല അയാൾ കണ്ടു. അയാൾ മുറിക്കാനായി തുടങ്ങി. പെട്ടെന്ന് അയാളെ കൊടയിൽ തെറിച്ച് വെള്ളത്തിൽ വീണു. അയാൾ കഴിയാൻ തുടങ്ങി. എങ്ങനെ ജീവിക്കും? എൻ്റെ ഒരു പട്ടിണിയാവില്ലേ അറിയാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു ദേവത പിന്നു വന്നു. എന്തിനാണ് മലവെട്ടുകാരനാണ്? ഞാനൊരു മലവെട്ടുകാരനാണ്. എന്നെ കൊടയിൽ തെറിച്ച് വെള്ളത്തിൽ വീണു. എന്നെ വീണു മട്ടിലാവും അറിയാൻ തുടങ്ങി. മലവെട്ടുകാര കരയരുത്, ഞാൻ നിങ്ങളുടെ കൊടയിൽ ഞാൻ ഇട്ടുകൊണ്ട് വരാം. ദേവത നദിയിലേക്ക് മുങ്ങി ഒരു വലിക്കാരായിട്ട് വന്നു. മലവെട്ടുകാരെ, എന്താണ് നിങ്ങളുടെ കൊടലി? അല്ല, ഇതല്ല. ദേവത നദിയിൽ നിന്ന് മുങ്ങി ഒരു സ്വർണ്ണക്കാരായിട്ട് വന്നു. മലവെട്ടുകാരെ, എന്താണ് നിങ്ങളുടെ കൊടലി? അല്ല, എന്നൊരു സാധാരണ കൊടയാണ്. ദേവത വീണ്ടും മുങ്ങി മലവെട്ടുകാരന്റെ കൊടയായിട്ട് വന്നു. മലവെട്ടുകാരെ, എന്താണ് നിങ്ങളുടെ കൊടലി? ആണ്. അയാൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി. സന്തോഷത്തോടെ മലവെട്ടുകാര സ്വർണ്ണക്കോടലിയും വെള്ളിക്കോടാലിയും നിങ്ങൾക്ക് സമ്മാനമായി തന്നു. ഇത് എന്റെ സത്യസന്ധതയ്ക്കുള്ള സമ്മാനം. സന്തോഷായി ദേവതയ്ക്ക് നന്ദി പറഞ്ഞു. മലവെട്ടുകാരൻ സന്തോഷത്തോടെ മടങ്ങി. കൂട്ടുകാരെ, എങ്ങനെയാണ് ഈ കഥയിൽ നിന്ന് ഗുരുപാഠം? ഒരിക്കലും കള്ളം പറയരുത്. സത്യസന്ധത. നന്ദി.